മമ്മൂട്ടി കമ്പനിയുടെ 6th പ്രൊഡക്ഷൻ, ഗൗതം വാസുദേവ മേനോൻ്റെ ഫസ്റ്റ് പടം മലയാളത്തിൽ. ഇങ്ങനെയുള്ള പല പ്രത്യേകതകൾ കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇന്ന് റിലീസായിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. സൈലൻ്റ് ആയിട്ട് വന്ന് ഹിറ്റടിച്ചു എന്നൊക്കെയാണ് ആദ്യ പ്രതികരണത്തിൽ തന്നെ ഒട്ടുമിക്ക ഓഡിയൻസും പറയുന്നത്. അതായത് ആദ്യത്തെ ഒരു 10-25 മിനിറ്റ് ഫണ്ണും കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ക്യാരക്ടർ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻവെസ്റ്റിഗേഷനിലോട്ടേക്ക് കടന്നു എന്നാണ് അഭിപ്രായം വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഗോകുൽ സുരേഷിൻ്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി ചെയ്യുന്ന എല്ലാ പടങ്ങളും നമുക്കറിയാം. ഇതുവരെ ചെയ്തിരിക്കുന്ന നൻപകൽ തൊട്ടിട്ട് നമ്മുടെ ഭ്രമയുഗം വരെ, അതായത് എല്ലാ പടങ്ങളും അത്രയും എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള വർക്കല്ലാതെ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ മമ്മൂട്ടി കമ്പനിയിൽ തന്നെയാണ്. അത് ഗൗതം വാസുദേവ മേനോനെക്കാട്ടും എനിക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയിൽ തന്നെയാണ്. എന്തൊക്കെയായാലും അവരൊരു കച്ചറപ്പടം എടുത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും മമ്മൂട്ടി കമ്പനി നിൽക്കുന്നത് തോന്നുന്നില്ല. കാരണം അതിനൊരു വാല്യൂ ഉള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ഇന്ന് മലയാളത്തിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസസ്, ക്വാളിറ്റി ഓഫ് ദ ഫിലിംസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു 2 പാട്ടുണ്ടെന്നും കൂടി അറിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് റെസ്പോൺസും കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പടം സൂപ്പർ ഹിറ്റാവുമോ, ഡ്യൂപ്പർ ഹിറ്റാവുമോ, ബമ്പർ ഹിറ്റാവുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കണ്ട് മനസ്സിലാക്കാം. ബേസിക്കലി നമ്മൾ മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ പടം എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ക്വാളിറ്റിയുള്ള വർക്ക്സ് അല്ലാണ്ട് ചെയ്തിട്ടില്ല. അതിപ്പോൾ റോഷാക്കാണെങ്കിലും നമ്മുടെ കാതലാണെങ്കിലും എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഫുൾ റെസ്പോൺസ് ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള, അത്യാവശ്യം സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു അന്വേഷണം കാഴ്ചവെക്കുന്ന ഒരു പടമായിട്ടാണ് 70-80% ഓഡിയൻസും പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വിചാരിക്കും ജസ്റ്റ് ഒരു പേഴ്സ് കളഞ്ഞു പോയതിൻ്റെ ഒരു അന്വേഷണമായിരിക്കും. പേഴ്സണലി ട്രെയിലർ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ അങ്ങനെ മാത്രമല്ല, അതിൽ വേറെയും കുറച്ച് ലെയേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ പെപ്പി ആൻഡ് കളർഫുള്ളായിട്ട്, നല്ല ബ്രൈറ്റായിട്ട്, എൻ്റർടൈനിങ് ആയിട്ടാണ് പടം ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ആരെയും നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഓഡിയൻസ് റെസ്പോൺസ് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 70-80% പോസിറ്റീവ് റെസ്പോൺസസ് ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആൾക്കാർ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കണ്ട് എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും, എസ്പെഷ്യലി ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ യൂത്തുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള, ഇന്നത്തെ പല ട്രെൻഡിങ് ആയിട്ടുള്ള പല സംഭവങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ ആ ഒരു വേവ് ലെങ്ത് പിടിച്ചിട്ട് തന്നെയാണ് ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഗൗതം വാസുദേവ മേനോൻ്റെ ഡയറക്ടോറിയൽ സ്കില്ലിനെ കൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അമ്മാതിരി ലെവലിൽ ഒരു ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉള്ള ഡയറക്ടറാണ്. അപ്പോൾ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് റെസ്പോൺസ് വീഡിയോസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സിനിമയുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ഓൺ ബിലോ. അപ്പം ബാക്കിയുള്ളവർക്കും അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ റെസ്പോൺസ് ഷെയർ ചെയ്യാൻ പറ്റും. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ബൈ ബൈ.